ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പെട്രോഗ്ലിഫ്സ് വരെയാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 5 വേവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ 5 വേവ്സ് ആണ്. ഫസ്റ്റ് വേവ് ദ ഏജ് ഓഫ് പ്രിൻറ്റ്, സെക്കൻഡ് വേവ് ദ ഏജ് ഓഫ് സിഗ്നൽസ്, third wave the age of man and machine, fourth wave the age of satellite networks, fifth wave the age of networks. Okay, first wave എന്ന് പറയുന്നത് പ്രിന്റിന്റെ കാലഘട്ടത്തെയാണ് നമ്മൾ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, 1456 ജോഹാനസ് ഗുട്ടൻബർഗ് ഇൻവെന്റഡ് മൂവബിൾ ടൈപ്സ്. ഗുട്ടൻബർഗ് ഡെവലപ്ഡ് എ മെത്തേഡ് ഓഫ് പ്രിന്റിംഗ്. ജോഹാനസ് ഗുട്ടൻബർഗ് ആണ് മൂവബിൾ ടൈപ്സ് 1456 ഇൻവെന്റ് ചെയ്തത്. ഗുട്ടൻബർഗ് ആണ് നമ്മുടെ പ്രിന്റിങ്ങിന്റെ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ദ ഫസ്റ്റ് ബുക്ക് ഹി പബ്ലിഷ്ഡ് യൂസിങ് ഹിസ് മെഷീൻ ഇസ് ദ ഫേമസ് 42 ലൈൻ ബൈബിൾ. അദ്ദേഹത്തിന്റെ മെഷീൻ വെച്ചിട്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കാണ് 42 ലൈൻ ബൈബിൾ. ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻക്രീസ്ഡ് ദ പോസിബിലിറ്റീസ് ഓഫ് പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. നമ്മുടെ ടെക്നോളജീസിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയാണ് നമ്മുടെ പ്രിന്റിങ്ങിൻ്റെയും പബ്ലിഷിങ്ങിൻ്റെയും ഒക്കെ പോസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തത്. The first printed newspaper, Avisa Relation Order Seintung, started publication in 1609 from Germany. ആദ്യമായിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പറാണ് അവിസ റിലേഷൻ ഓർഡർ സെയിൻതുങ് എന്ന് പറയുന്നത്. അതിൻ്റെ പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1609 ഫ്രം ജർമ്മനി. സെക്കൻഡ് വേവ് ദ ഏജ് ഓഫ് സിഗ്നൽസ്. സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് ഏജ് ഓഫ് സിഗ്നൽസിൻ്റെ കാലഘട്ടമാണ്. ടെലഗ്രാഫ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ടെലഗ്രാഫ് ബൈ സാമുവൽ എഫ് ബി മോസ്. ടെലിഗ്രാഫ് ഇൻവെന്റ് ചെയ്തത് സാമുവൽ എഫ് ബി മോസ് ആണ്. അതാണ് ഈ ഒരു ഏജ് ഓഫ് സിഗ്നൽസിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ഫോളോസ് അലൗസ് ദ ട്രാൻസ്മിഷൻ ഓഫ് എൻക്ലോസ്ഡ് ഇൻഫർമേഷൻ ബൈ സിഗ്നൽസ് അക്രോസ് എ ഡിസ്റ്റൻസ്. ഈ ഒരു ടെലഗ്രാഫ് ഫോളോ ചെയ്യുന്നത് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരു ഡിസ്റ്റൻസ് വരെ അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വൈ ദിസ് സ്റ്റേജ് ഇസ് കോൾഡ് ദ ഏജ് ഓഫ് സിഗ്നൽസ്. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ ഏജ് ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെലിഫോണാണ്. ദ ഫസ്റ്റ് പ്രാക്ടിക്കൽ ടെലിഫോൺ ഇൻവെൻറ്റഡ് ബൈ അലക്സാണ്ടർ ഗ്രഹാംബെൽ. അലക്സാണ്ടർ ഗ്രഹാംബെൽ ആണ് ഫസ്റ്റ് പ്രാക്ടിക്കൽ ടെലിഫോൺ ഇൻവെൻറ്റ് ചെയ്തത്. മാർച്ച് 10, 1867 ഫസ്റ്റ് ബൈ ഡിറക്ഷണൽ ട്രാൻസ്മിഷൻ ഓഫ് സ്പീച്ച് ബിറ്റ്വീൻ ബെൽ ആൻഡ് വാട്സൺ. മാർച്ച് 10, 1867 ആദ്യത്തെ ബൈ ഡിറക്ഷണൽ ട്രാൻസ്മിഷൻ ഓഫ് സ്പീച്ച്, അതായത് 2 ഡിറക്ഷനിൽ നിന്നും സ്പീച്ച് ചെയ്യാനുള്ളൊരു ഇത് കണ്ടുപിടിച്ചത് അപ്പോഴാണ് ബെൽ ആൻഡ് വാട്സൺ. ഗ്രഹാംബെല്ലിൻ്റെ ഫ്രണ്ടാണ് വാട്സൺ. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോടാണ് ആദ്യമായിട്ട് സംസാരിച്ചത്. അലക്സാണ്ടർ ഗ്രഹാംബെൽ സെഡ്, മിസ്റ്റർ വാട്സൺ കം ഹിയർ, ഐ വോണ്ട് ടു സീ യു. മിസ്റ്റർ വാട്സണോട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇങ്ങോട്ടേക്ക് വരണം, എനിക്ക് നിങ്ങളെ കാണണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫോട്ടോഗ്രഫിയാണ്. ഫസ്റ്റ് ഫോട്ടോഗ്രഫി വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1826 ബൈ എ ഫ്രഞ്ച് ഇൻവെൻറ്റർ ജോസഫ് നിസഫർ നിബ്സ്. ആദ്യത്തെ ഫോട്ടോഗ്രഫി പ്രൊഡ്യൂസ് ചെയ്തത് 1826 ഫ്രഞ്ച് ഇൻവെൻറ്റർ ആയിട്ടുള്ള ജോസഫ് നിസഫർ നിബ്സ് ആണ് ഫസ്റ്റ് ഫോട്ടോഗ്രഫി പ്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് കൈനറ്റോസ്കോപ്പ്. 1888 എഡിസൺസ് കൈനറ്റോസ്കോപ്പ് ആൻഡ് ഏർലി മോഷൻ പിക്ചർ എക്സിബിഷൻ ഡിവൈസ് ബൈ തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ ആണ് ആദ്യമായിട്ട് കൈനറ്റോസ്കോപ്പ് കണ്ടുപിടിച്ചത് 1888. നെക്സ്റ്റ് സിനിമറ്റോഗ്രഫി. 1895 the French inventors Lumiere brothers Auguste Lumiere and Louis Lumiere developed a camera cum projector called cinematography. 1895 ഫ്രഞ്ച് ഇൻവെൻറ്റേഴ്സ് ആയിട്ടുള്ള ലൂമിയ ബ്രദേഴ്സ് ആണ് ക്യാമറ കം പ്രൊജക്ടർ, അതായത് സിനിമറ്റോഗ്രഫി കണ്ടുപിടിച്ചത്. ലീ ഡി ഫോറസ്റ്റ് ഇൻവെൻറ്റഡ് ഓഡിയോൺ ട്യൂബ് ഇൻ 1906. ലീ ഡി ഫോറസ്റ്റ് ആണ് ഓഡിയോൺ ട്യൂബ് 1906 കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് റേഡിയോ. ഗുഗ്ലിൽമോ മാർക്കോണി ഇൻവെൻറ്റഡ് റേഡിയോ ഇൻ 1901. 1901 മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചത്. ഇൻ 1884 പോൾ നിപ്കോ ഡെവലപ്ഡ് എ റൊട്ടേറ്റിംഗ് സ്കാനിംഗ് ഡിസ്ക്. 1884 പോൾ നിക്കോവ് ഒരു റൊട്ടേറ്റിംഗ് സ്കാനിംഗ് ഡിസ്ക്
ഡെവലപ്പ് ചെയ്തെടുത്തു. അതെന്തിനാണ് സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് എ സീൻ വിത്ത് 4000 പിക്സൽസ്. 4000 പിക്സൽസ് ഉള്ള സീൻസൊക്കെ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഡെവലപ്പ് ചെയ്യാൻ, ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടെലിവിഷൻ. ജോൺ എൽ ബെയ്ഡ് ഇൻവെൻറ്റഡ് ഫസ്റ്റ് പ്രാക്ടിക്കൽ ടെലിവിഷൻ സിസ്റ്റം, ബട്ട് ഫിലോ മാംവർത്ത് made the first public demonstration of an electronic television system. ജോൺ എൽ ബെയ്ഡ് ആണ് ആദ്യത്തെ പ്രാക്ടിക്കൽ ടെലിവിഷൻ സിസ്റ്റം ഇൻവെൻറ്റ് ചെയ്തത്. പക്ഷേ ഫിലോ മാംവർത്ത് ആണ് ആദ്യത്തെ പബ്ലിക് ഡെമോൺസ്ട്രേഷൻ ഓഫ് ആൻ ഇലക്ട്രോണിക് ടെലിവിഷൻ സിസ്റ്റം ചെയ്തത്. തേർഡ് വേവ്, ദ ഏജ് ഓഫ് മാൻ ആൻഡ് മെഷീൻ. ഇൻവെൻഷൻ ഓഫ് കമ്പ്യൂട്ടർ ബൈ ചാൾസ് ബാബേജ്, നോൺ ആസ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ചാൾസ് ബാബേജ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. 1822 ചാൾസ് ബാബേജ് ഡെവലപ്ഡ് ഡിഫറൻസ് എഞ്ചിൻ, എ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ. 1822 ചാൾസ് ബാബേജ് ഒരു ഡിഫറൻസ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ഒരു മെക്കാനിക്കൽ കമ്പ്യൂട്ടർ. He developed a more complex machine, analytical engine. Then he developed ENIAC, electronic numerical integrator and computer, the first electronic general purpose computer. അദ്ദേഹം ഒരു കോംപ്ലക്സ് മെഷീൻ ഡെവലപ്പ് ചെയ്തു, അതാണ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ദെൻ ഹി ഡെവലപ്ഡ് ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അതെന്ന് പറയുന്നത് ആദ്യത്തെ ഇലക്ട്രോണിക്, അതായത് പൊതു ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് ENIAC എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ്സ് ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി. ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ, റെഡ്യൂസ്ഡ് മാനുവൽ എഫേർട്ട്, സേവ്ഡ് ടൈം, ഇംപ്രൂവ്ഡ് പ്രിൻറ്റിംഗ് ക്വാളിറ്റി. ഡാറ്റ ട്രാൻസ്മിഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തു, അതായത് കൂടുതൽ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ സ്വമേധയാ ചെയ്യുന്ന കുറേ എഫേർട്സൊക്കെ കുറഞ്ഞു, എല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും. പിന്നെ എന്താണ്, കുറേ അധികം ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യപ്പെട്ടു. Fourth wave, the age of satellite networks. October 4, 1957 began with the launch of Sputnik, the first artificial satellite by Soviet Union. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് സ്പുട്നിക്. ഒക്ടോബർ 4, 1957 സ്പുട്നിക് ലോഞ്ച് ചെയ്തത് ബൈ സോവിയറ്റ് യൂണിയൻ. ഏകദേശം 2000-ഓളം ആർട്ടിഫിഷ്യൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഇന്ന് ബഹിരാകാശത്തുണ്ട്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓഫർ റിലേ ഓഫ് മെസ്സേജസ് ഫോർ റേഡിയോ ആൻഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റേഡിയോ ടെലിവിഷൻ പരിപാടികളൊക്കെ സംപ്രേഷണം ചെയ്യാനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിലേ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ് ക്യാരിയിങ് വോയിസ്, വീഡിയോ ആൻഡ് ഡാറ്റ ടു ആൻഡ് ഫ്രം ലൊക്കേഷൻസ്. ഡിജിറ്റൽ സിഗ്നൽസ് ക്യാരിയിങ് വോയിസ്, വീഡിയോസ്, ഡാറ്റാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നത്. 1962 Telestar were the first satellites able to send a television signal between North America and Europe. നോർത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് ടെലിവിഷൻ സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ സാറ്റലൈറ്റാണ് ടെൽസ്റ്റാർ എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് ലിങ്ക്സ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് കമ്മ്യൂണിക്കേഷൻസ് ഓവർ വെരി ലാർജ് ഡിസ്റ്റൻസസ്. സാറ്റലൈറ്റ് ലിങ്ക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ വെരി ലാർജ് ഡിസ്റ്റൻസസിലേക്ക് കമ്മ്യൂണിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Fifth wave, the age of networks, began with the introduction of the internet. The internet is the network of networks that connects billions of computers worldwide. ഫിഫ്ത്ത് വേവിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ലോകമെമ്പാടുള്ള ബില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. Pentagon, a defense research wing of the USA, built the first computer network called ARPANET. യുഎസ്എയുടെ ഡിഫൻസ് റിസർച്ച് വിങ് ആയിട്ടുള്ള പെൻഡഗൺ ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തത് അർപ്പാനെറ്റ്. അർപ്പാനെറ്റ് സ്റ്റാൻഡ്സ് ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ ഡാറ്റ എമംഗ് ദിയർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. വേൾഡ് വൈഡ് വെബ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ടിം ബേണേഴ്സ്-ലീ. വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടിം ബേണേഴ്സ്-ലീ ആണ്. ഇനി നെക്സ്റ്റ് ഇൻ്റർനെറ്റിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിയൽ ടൈം, interactive ability, multimedia experiences, social networking opportunities.
റിയൽ ടൈം നമുക്ക് ലോകത്തിലെ ഏത് കോണിലുള്ള വ്യക്തിയായിട്ട് നമുക്ക് തത്സമയം ഡാറ്റാസ് കൈമാറാം. പിന്നെ ഇൻ്ററാക്റ്റീവ് എബിലിറ്റി, പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി അത് തരുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസസ്, ഒരു മീഡിയ മാത്രമല്ല കുറേ അധികം മീഡിയാസിൻ്റെ എക്സ്പീരിയൻസസ് നമുക്ക് ഇൻ്റർനെറ്റ് തരുന്നുണ്ട്. സാമൂഹ്യ ശൃംഖലയുടെ അവസരങ്ങൾ. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വലിയ മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം മാത്രമേ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എഴുതാൻ പാടുള്ളൂ. ഫസ്റ്റുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് സെൻഡറാണ്. ദ ഐഡിയ ജനറേറ്റിംഗ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് കോൾഡ് സെൻഡർ. Initiate the communication process. Sender creates messages from the ideas born in his mind. So sender is also known as the source. Sender can be an individual or a group of persons. ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന സോഴ്സിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻഡർ മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മൈൻഡിൽ ഉണ്ടായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താണോ ഒരു ഐഡിയ വന്നത് ആ ഒരു ഐഡിയയാണ് അദ്ദേഹം മെസ്സേജായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സെൻഡർ ഇസ് ഓൾസോ നോൺ ആസ് ദ സോഴ്സ്. അതുകൊണ്ട് തന്നെ സെൻഡറിനെ നമ്മൾ സോഴ്സ് എന്നും പറയാറുണ്ട്. സെൻഡർ ക്യാൻ ബി എൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. സെൻഡർ എന്ന് പറയുന്നത് മേ ബി ഒരു ഇൻഡിവിജ്വൽ ആവാം, ഇല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആവാം. നെക്സ്റ്റ്, മെസ്സേജ്. എനിത്തിങ് ദാറ്റ് ഇസ് സെൻഡ് ഓർ റിസീവ്ഡ് ത്രൂ സെൻസറി ചാനൽസ്. നമ്മുടെ സെൻസറി ചാനൽസിലൂടെ സെൻഡ് ചെയ്യുന്നതോ റിസീവ് ചെയ്യുന്നതോ ആയിട്ടുള്ള എന്ത് കാര്യവും മെസ്സേജാണ്. മെസ്സേജസ് ക്യാൻ ബി വേർബൽ ഓർ നോൺ വേർബൽ. മെസ്സേജ് വേർബൽ ആവാം, നോൺ വേർബൽ ആവാം. വേർബൽ മെസ്സേജസ് ഇസ് റിട്ടൺ ഓർ സ്പോക്കൺ വേർഡ്സ് ഇൻ എ ലാംഗ്വേജ്. വേർബൽ മെസ്സേജസ് എന്ന് പറയുന്നത് എഴുതിയതാവാം, അല്ലെങ്കിൽ നമ്മളൊരു ലാംഗ്വേജിൽ നമ്മൾ പറയുന്ന വേർഡ്സ് ആയിരിക്കാം. നോൺ വേർബൽ മെസ്സേജസ് എന്ന് പറയുന്നത് ഡ്രസ് കോഡ്, ടോണ്, പിച്ച് വേരിയേഷൻസ്, ഇതൊക്കെ നോൺ വേർബൽ മെസ്സേജസ് ആണ്. ചാനൽ, മീഡിയം ദാറ്റ് ക്യാരീസ് മെസ്സേജ് ഫ്രം സെൻഡർ ടു റിസീവർ. സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് മെസ്സേജ് ക്യാരി ചെയ്യുന്ന മീഡിയത്തെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ഇൻ എ ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ എയർ ഇസ് ദ ചാനൽ. നമ്മൾ ഫേസ് ടു ഫേസ് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എയർ ആണ് ചാനലായിട്ട് വരുന്നത്. റിസീവർ. റിസീവർ ഇസ് ദ ആക്ച്വൽ റെസിപ്പിയൻറ്റ് ഓഫ് മെസ്സേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. റിസീവർ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ആ മെസ്സേജ് സ്വീകരിക്കുന്ന ആക്ച്വൽ റെസിപ്പിയൻ്റ് ആണ് റിസീവർ എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക്. The response to the sender's message by the receiver. After interpreting the meaning of a message, the receiver encodes his response into another message. Then it is sent to the sender through a medium. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സെൻഡറിൻ്റെ മെസ്സേജ് റിസീവർ കേട്ടതിന് ശേഷം അദ്ദേഹം ആ ഒരു മെസ്സേജിൻ്റെ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം അതെന്ത് ചെയ്യും, സെൻഡർക്ക് മറ്റൊരു മെസ്സേജായിട്ട് അത് സെൻഡ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ സെൻഡറിൻ്റെ മെസ്സേജിനോടുള്ള അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോയ്സ്. എനിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ് ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് മേ ബി ടേംഡ് ആസ് നോയ്സ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു കാര്യവും നോയ്സ് ആണ്. ഒക്വേഴ്സ് ഇൻ ഓൾ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോയ്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിലും ഉണ്ടാകും. ദേ ആർ ഓൾസോ കോൾഡ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. നോയ്സിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എന്നും വിളിക്കാറുണ്ട്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോയ്സ്. ചാനൽ നോയ്സ്. എനി ഡിസ്റ്റർബൻസസ് ദാറ്റ് ഒക്വേഴ്സ് ടു ദ മീഡിയം. പുവർ റിസപ്ഷൻ റിസൾട്ടിങ് ഫ്രം വീക്ക് സിഗ്നൽ. നമ്മൾ പറഞ്ഞു ഒരു മീഡിയത്തിലൂടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. ആ മീഡിയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ചാനൽ നോയ്സ് ആണ്. പുവർ റിസപ്ഷൻ റിസൾട്ടിങ് ഫ്രം വീക്ക് സിഗ്നൽ. ഇപ്പം നമ്മൾ ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ റേഞ്ചിൻ്റെ പ്രശ്നമൊക്കെ എന്താണ്, അതൊക്കെ ചാനൽ നോയ്സ് ആണ്. Psychological noise. Anything that interferes with the psyche of the participants of a communication process. During personal interview, candidates' fear is psychological noise. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻറ്റിൻ്റെ എന്തെങ്കിലും മാനസികാവസ്ഥ, ഇപ്പം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പേടിച്ചിരിക്കുകയാണ്, അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ബാധിക്കും.
അത് എന്താണ്, ഒരു സൈക്കോളജിക്കൽ നോയ്സ് ആണ്. നെക്സ്റ്റ്, സെമാൻറ്റിക് നോയ്സ്. എനി പ്രോബ്ലം റിലേറ്റഡ് ടു ലാംഗ്വേജ്, അൺഫെമിലിയർ വേർഡ്സ്, കോംപ്ലക്സ് സെൻറ്റൻസസ്, പുവർ ഗ്രാമർ എക്സെട്ര ക്രിയേറ്റ് സെമാൻറ്റിക് നോയ്സ്. അതായത് നമ്മുടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ്, നമുക്ക് ഫെമിലിയർ അല്ലാത്ത വേർഡ്സ്, പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസസ്, പുവർ ഗ്രാമർ, ഇതൊക്കെ എന്താണ്, സെമാൻറ്റിക് നോയ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ്, കോണ്ടെക്സ്ച്വൽ നോയ്സ്. സിറ്റുവേഷൻ ഇസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. വൺ കനോട്ട് ടോക്ക് കാഷ്വലി ഇൻ ആൻ ഒഫീഷ്യൽ മീറ്റിംഗ്. ചില സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷന് ചിലപ്പം ഒരു തടസ്സമായിട്ട് വരാറുണ്ട്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ നമുക്ക് ഒഫീഷ്യൽ മീറ്റിങ്ങിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ചില സമയത്ത് ഒരു ബാരിയറായിട്ട് മാറാറുണ്ട്. കോണ്ടെക്സ്റ്റ്. Context is the situation where a communication activity takes place. Communication always occurs within a context. The context defines the nature of every communication. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി നടക്കുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു കോണ്ടെക്സ്റ്റിലേ നടക്കുള്ളൂ. കോണ്ടെക്സ്റ്റാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ നേച്ചർ തീരുമാനിക്കുന്നത്. എക്സാമ്പിൾ, ബിഹേവിയേഴ്സ് ഇൻ ക്ലാസ് റൂം ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഇൻ പ്ലേ ഗ്രൗണ്ട്. അതായത് നമ്മൾ ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ ബിഹേവ് ചെയ്യുക. നെക്സ്റ്റ്, ഇഫക്ട്സ്. ദ കോൺസിക്വൻസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആർ ടേംഡ് ആസ് ഇഫക്ട്സ്. എവറി ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ മേക്സ് സം ഇഫക്ട്സ് ഓൺ ഇറ്റ്സ് പാർട്ടിസിപ്പൻസ്. ദ ഇഫക്റ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇഫക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെയാണ് നമ്മൾ ഇഫക്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പൻസിന് മുകളിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടൊരു ഇഫക്റ്റ് ഉണ്ടാവും. ആ ഒരു ഇഫക്റ്റ് ചിലപ്പം പോസിറ്റീവ് ആവാം, ചിലപ്പം അത് നെഗറ്റീവും ആവാം. Encoding. Encoding is the process of transferring ideas into the form of signals or messages and then transmits them through a channel. എൻകോഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. അദ്ദേഹത്തിന് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. ആ ഒരു ഐഡിയനെ ഒരു മെസ്സേജാക്കി മാറ്റിയിട്ട് അദ്ദേഹം ഒരു ചാനലിലൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. Decoding. Decoding is the process of interpreting the meaning of message sent by the source. Through decoding, the meaning of the message is created in the mind of the receiver. ഡീകോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ റിസീവറിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു പ്രോസസ്സാണ്. അതായത് സോഴ്സ് നമുക്ക് തന്നിട്ടുള്ള മെസ്സേജിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് അത് അദ്ദേഹത്തിന് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കും. അതായത് ആ ഒരു മെസ്സേജിൻ്റെ മീനിങ് നമ്മുടെ റിസീവറിൻ്റെ മൈൻഡിൽ റിസീവർ തന്നെ ആ ഒരു മെസ്സേജിൻ്റെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്.